ആചാര്യസ്വാമികളുടെ സിദ്ധാന്തം. അപ്പോൾ അതനുസരിച്ച് ശിവശക്തിയായിത്വം നമ്മൾ സാധാരണ ഒരു അമ്പലത്തിൽ പ്രതിഷ്ഠ കഴിക്കുമ്പോൾ ശിവനായിട്ട് ബിംബത്തെയും ശക്തിയായിട്ട് പീഠത്തെയുമാണ് പറയുന്നത്. അപ്പോൾ ഈ ശക്തിയെയും ശിവനെയും കൂടെ ഒന്നിപ്പിക്കുന്ന ഒരു സാധനമാണ് അഷ്ടബന്ധം. 8 തരം സാധനങ്ങൾ കൂട്ടി ഇടിച്ച് കൃത്യമായിട്ടുണ്ടാക്കുന്ന സാധനമാണ്. ഈ അഷ്ടബന്ധം ഇളകിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭഗവതിക്ക് നിഗ്രഹ അനുഗ്രഹ ശേഷിയില്ലെന്ന് പറയും. അതുകൊണ്ട് അഷ്ടബന്ധം ഇളകിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കറുത്ത വാവാണെങ്കിൽ പോലും അന്ന് അഷ്ടബന്ധം ഇടണമെന്നാണ് ഒരു തന്ത്രശാസ്ത്രം നിയമം പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ കഴിഞ്ഞ മകരമാസത്തിൽ ഇവിടെ ചണ്ഡികാഹോമം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വന്നപ്പോൾ അന്ന് യാദൃശ്യമായിട്ടത് ബിംബത്തിന് നല്ല ഇളക്കം തോന്നി കലശാടിയിട്ട്. അപ്പോൾ നോക്കിയപ്പോൾ അഷ്ടബന്ധം പോയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞാൻ അന്ന് തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായുള്ള ഭാരവാഹികളെയും പിന്നെ ഞങ്ങളുടെ 2 ശാഖയാണ്, തെക്കേക്കര വടക്കേക്കര പറയും. വടക്കേക്കര ശാഖയിലെ അപ്പനെയും എല്ലാവരെയും ഞാൻ വിവരം അറിയിച്ചു അഷ്ടബന്ധം പോയിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് ഇങ്ങനെ എന്തായാലും മകരമാസം മുതൽ വേണ്ട ചിങ്ങമാസമായി 6-7 മാസം ഇതിങ്ങനെ നീണ്ടുപോയി. അത് ചിങ്ങമാസത്തിൽ നമ്മൾ 9, 10, 11 തീയതികളിൽ ഇതിൻ്റെ ആചാരപരമായ ചടങ്ങുകൾ, വളരെ ലളിതമായ ചടങ്ങുകൾ, വിശാലമായ ചടങ്ങുകളിലേക്ക് പോകുമ്പം 11 ദിവസമൊക്കെ വരും. അപ്പോൾ അത് നമുക്ക് വേണ്ട ഇത് എത്രയും പെട്ടെന്ന് തീർക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഒരു നല്ല ദിവസം നോക്കി, മുഹൂർത്തം എന്ന് പറയാനുള്ളതിൽ നല്ലൊരു ദിവസം നോക്കി നമ്മൾ അതങ്ങ് ചെയ്തിരിക്കുകയാണ്. ഇതിന് കുറേ ചടങ്ങുകൾ കഴിഞ്ഞ് ആദ്യത്തെ ദിവസം നമ്മുടെ ശ്രീകോവിലിൻ്റെ ശുദ്ധി കഴിഞ്ഞ്, 2ാമത്തെ ദിവസം ബിംബശുദ്ധി ഉണ്ടായി, 3ാമത്തെ ദിവസം ദേവൻ്റെ ആന്തരികമായിരിക്കുന്നത്, ദേവനെ പറയുള്ളൂ, കാരണം ദേവിയാണ് നമ്മൾ ആരാധിക്കുന്നതെങ്കിൽ ആന്തരികമായിട്ടുള്ള അവയവങ്ങളുടെയും ബാഹ്യമായിട്ടുള്ള അവയവങ്ങളുടെയൊക്കെ ചൈതന്യത്തെ വർദ്ധിപ്പിച്ച് ഇന്ന് നമ്മുടെ ദൈവകലശമാടി ഭഗവതിയെ ശാന്തയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഒരു 10-20 വർഷം മുമ്പ് ഇവിടെ എല്ലാവരും വരുന്നവരാണ്. അപ്പോൾ അന്ന് നമ്മളിവിടെ വരുമ്പോൾ ഒരു കാര്യം കണ്ടിട്ടുണ്ട്. ഭഗവതിയുടെ മടിയിലൊരു ശിവലിംഗം കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ പിന്നെ ഈ ജ്യോത്സ്യരൊക്കെ വന്ന് പറഞ്ഞിട്ടൊരിക്കൽ പറഞ്ഞു. ഈ ഇവിടുത്തെ ഒരു ഭാവം പിന്നെ എന്താ 1300-1000 വർഷം എന്തായാലും പഴക്കമുണ്ടാകും ചൈതന്യത്തിന്. ഇവിടുത്തെ ഒരു ഭാവം നമ്മൾ നോട്ടീസിലൊക്കെ കാണുന്നൊരു ഭാവം ഇതാണെങ്കിൽ ഇവിടുത്തെ ഭഗവതിയുടെ ഒരു ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദക്ഷനിഗ്രഹം കഴിഞ്ഞിട്ട് ഭഗവതി കോപാകുലയായിട്ട് നിൽക്കുകയാണ്, ശാന്തയാവുന്നില്ല. അപ്പം ശിവനൊരു കുട്ടിയുടെ രൂപത്തിൽ വന്ന് ഭഗവതിയുടെ മുമ്പിൽ കിടന്ന് കരഞ്ഞാണ്. അപ്പം മാതൃവാത്സല്യം വന്ന് ശിവനെ എടുത്ത് മടിയിൽ വെച്ച് പാത് കൊടുത്ത ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിലാണ് ഇവിടുത്തെ ഒരു ശൈലി. അതുകൊണ്ടാണ് ആ ശിവലിംഗമൊക്കെ വന്നത്. പിന്നെ ആ ഒരു രീതി അതേ ഭാവത്തിൽ തന്നെയാണ്. ചെറുപയ്യിൽ നമ്മുടെ കുടുംബത്തിൽ ദേവാലയമുണ്ട്, ഇക്കര മഠത്തിലും ദേവാലയമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതേ ഭാവത്തിൽ തന്നെ ഉള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ആ ചൈതന്യത്തെ മനസ്സിലാക്കുക. എല്ലാവർക്കും ഭഗവതി അനുഗ്രഹം വരും. സർവഭൂതേഷു മാതൃരൂപയുടെ സംസ്കൃത അമ്മയായിട്ടാണ്. അതനുസരിച്ച് എല്ലാവരും പ്രാർത്ഥിക്കും.